ദൈവം നമ്മൾ ഇത്രയും അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ വർഷം വളരെ അനുഗ്രഹമായ നിലയിൽ നമ്മുടെ സൺഡേ സ്കൂള് ഇത്രയും വിജയകരമായി നടത്തുവാൻ കർത്താവ് തന്റെ ദാസൻ ബ്രദർ റോണിയെ അത്ഭുതകരമായിട്ട് ഉപയോഗിച്ചത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവസഭയുടെ നന്ദി അറിയിക്കുന്നു. എല്ലാവരും അദ്ദേഹത്തിന് വരും ദിവസങ്ങളിൽ സഭയുടെ വ്യത്യസ്തമായ നിലയിൽ പ്രവർത്തിപ്പാൻ പ്രിയപ്പെട്ടവന് കർത്താവ് അത്ഭുതമായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ് നൽകുവാൻ ദൈവം ഈ സഭയിൽ ഉപയോഗിച്ച കഴിഞ്ഞ വർഷത്തെ അധ്യാപകന്മാരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രാരംഭമായി മേഴ്സി ആൻറ്റി വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നല്ല ക്ലാസ് കൊടുക്കാൻ പ്രിയ ദൈവദാസിയെ കർത്താവ് ബലപ്പെടുത്തി. കാര്യം നമ്മുടെ സഭയിൽ ഇങ്ങനെ പമ്മിയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും നാട്ടിലൊരു കോളേജ് ലെക്ചറൊക്കെ ആയിരുന്നു. അങ്ങനെ അത്രമാത്രം ദൈവം അനുഗ്രഹിച്ച ഒരാളെ നമ്മുടെ സഭയ്ക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ദൈവം നൽകിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ ക്ലാസ് എടുത്ത ജിൻസി ഓർത്ത് ദൈവത്തിന് പ്രത്യേക സ്തോത്രം ചെയ്യുകയാണ്. വളരെ കമ്മിറ്റഡായി കൃത്യസമയത്ത് തന്നെ സൺഡേ ക്ലാസ്സിന് വരികയും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും അവർക്ക് അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ് കൊടുക്കാൻ ദൈവം പ്രിയപ്പെട്ടവളെ ഉപയോഗിച്ച് ഓർത്ത് പ്രത്യേകമായി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ സഭയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു സഹോദരിയാണ്. ദൈവം ധാരാളമായിട്ട് അവരെ അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. ദൈവം ധാരാളമായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങൾ ക്ലാസ് എടുത്ത പ്രിയങ്കയും അതുപോലെ തന്നെ ജ്യോതിയും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ വർഷം പഠിപ്പിക്കുന്ന സാറുമാരത് ഇനി അനുഭവിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഏറ്റവും പ്രയാസമുള്ളൊരു ക്ലാസ്സാണ്. അവർ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നമ്മളൊന്നും ചിന്തിക്കാത്ത അതിനപ്പുറമുള്ള ചോദ്യങ്ങളാണ്. വളരെ രസമാണ്, അപ്പോൾ തന്നെ അല്പം ഹാർഡുമാണ്. എങ്കിലും വളരെ സഹിഷ്ണുതയോടുകൂടെ ആ കുഞ്ഞുങ്ങളെ അത്രയും നല്ല നിലയിൽ പഠിപ്പിക്കാൻ ദൈവം അവരെ സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുന്നതാണ്. നമ്മുടെ ഏറ്റവും മുതിർന്ന ക്ലാസ്സിൽ ദൈവത്തിന് വചനം പഠിപ്പിച്ച കർത്താവിന്റെ ദാസൻ പ്രിയ ജോൺസൺ ചായൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അധ്യാപകനാണ്. ദൈവത്തിൻ്റെ വചനം വളരെ ആഴമായിട്ട് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം കുഞ്ഞുങ്ങളെ വളരെ ഭംഗിയായിട്ട് ആ ക്ലാസ്സുകളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അവരെ നല്ല നിലയിൽ അവരെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്ന് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഈ വർഷത്തെ നമ്മുടെ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററായി അദ്ദേഹത്തിന് ലഭിച്ചതും വളരെ സന്തോഷമാണ്, അനുഗ്രഹമാണ്. വളരെ നല്ലൊരു ലീഡർഷിപ്പ് കൊടുക്കാൻ ദൈവം ബലപ്പെടുത്തിട്ട് കഴിഞ്ഞ വർഷം അദ്ദേഹത്തെ ദൈവം ഉപയോഗിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും അദ്ദേഹത്തിന് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ ബ്ലസ്സൻ ഈ വർഷം പഠിപ്പിച്ച എല്ലാ അധ്യാപകന്മാരും എന്നോട് റിക്വസ്റ്റ് ചെയ്തു, പക്ഷേ ഈ വർഷം എന്നെ പഠിപ്പിക്കാൻ ഇടരുതേ. കാരണം സൺഡേ അഡൽസ് ക്ലാസ് അവർക്ക് കേൾക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഈ വർഷം കഴിഞ്ഞ വർഷം പഠിപ്പിച്ചവരെ മാറ്റുകയും പുതിയ അധ്യാപകന്മാർക്ക് ചാൻസ് കൊടുക്കുകയും ചെയ്യണമെന്ന് പല അധ്യാപകന്മാരും റിക്വസ്റ്റ് ചെയ്തു. അത് മാക്സിമം പ്രയോജനപ്പെടുത്തിയിരുന്നു. അതിനനുസരിച്ച് കഴിഞ്ഞ വർഷം കർത്താവിന്റെ ദാസൻ പല ക്ലാസ്സുകളും കുഞ്ഞുങ്ങൾക്ക് എടുക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. ഇനി ദൈവം അദ്ദേഹത്തിനൊരു തുണയെ കൊടുത്തു കഴിഞ്ഞാൽ അവരെ നമുക്ക് ഉപയോഗിക്കാം. പ്രത്യേകമായി അതിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. അതൊക്കെ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം ധാരാളമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. അത് മാത്രമല്ല ഈ വർഷത്തിൽ നമ്മുടെ അധ്യാപകന്മാരെ ദൈവം സഹായിക്കും. അതിന് വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു കൂട്ടായ്മയാണ് നമുക്ക് നൽകിയത്. ഈ വർഷവും നമുക്ക് നൽകിയിരിക്കുന്നത് വളരെ ബെസ്റ്റായ ടീച്ചേഴ്സാണ്. ഇവിടെ ശ്യാമം ഹൈസ്കൂൾ അധ്യാപകനാണ്. ഈ വർഷം കുഞ്ഞുങ്ങളെ ദൈവത്തിന് വനം പഠിപ്പിക്കാൻ ദൈവം അദ്ദേഹത്തെ ഉപയോഗിക്കട്ടെ, അത്ഭുതമായിട്ട് സഹായിക്കട്ടെ. സിസ്റ്റർ മോനിഷ വളരെ നല്ല ഈ കുഞ്ഞുങ്ങളെ ഡീൽ ചെയ്യുന്നതിനും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിനും ദൈവം ധാരാളമായിട്ട് കഴിവും കൃപയെല്ലാം കൊടുത്തിട്ടുണ്ട്. ദൈവം സഹായിക്കട്ടെ. അതുപോലെ തന്നെ സിസ്റ്റർ നാൻസി ഇനിയെങ്കിലും സഭായോഗത്തിന് കൃത്യമായിട്ട് വരുമെന്ന് വിചാരിക്കുന്നു. കൃത്യസമയത്ത് നിങ്ങൾ കൃത്യസമയത്ത് വരുന്നുണ്ട്, എല്ലാ സമയത്തും വരുന്നുണ്ട്. ഞാൻ വെറുതെ കിറ്റ് ചെയ്യുന്നു, ജസ്റ്റ് കിറ്റിങ്. ഓക്കെ, തമാശ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ആരെങ്കിലും താമസിച്ച് വരികയാണെങ്കിൽ
അടുത്ത വർഷം അധ്യാപകന്മാരാണ് ആർക്കൊന്ന് ഓർക്കണം. കിട്ടില്ല. അതുപോലെ തന്നെ സിസ്റ്റർ ജെയിൻ അടുത്ത വർഷത്തെ നല്ല ഒരു അധ്യാപികയാണ്. കൃത്യമായിട്ട് ഇനി കുഞ്ഞുങ്ങളെ ഒരുക്കി രാവിലെ തന്നെ അവരെത്തും. എല്ലാവരും ഫാമിലിയായിട്ട് വരും. അല്പം ഒരു ഡെഡിക്കേഷൻ ചർച്ചിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എടുക്കുക. നല്ല ഒരു അധ്യാപികയാണ്. നാൻസിയെ പോലെ തന്നെ പഠിപ്പിക്കാനുള്ള ദൈവകൃപ കൊടുത്തിട്ടുണ്ട്. സിസ്റ്റർ ജെയിനും നാട്ടിലാണെങ്കിലും കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? കോളേജ് അധ്യാപികയാണ്. അപ്പോൾ ദൈവം നല്ല നല്ല ടീച്ചേഴ്സിനെയാണ് ഈ വർഷം നമുക്ക് അത് സഹായിച്ചത്. അത്ര ബ്ലസ്ഡായിട്ട് നമ്മുടെ ചർച്ച മുന്നോട്ട് പോകുന്നത്. നമ്മുടെ സഭ ഒരു അനുഗ്രഹിക്കുന്ന സഭയാണ്. ദൈവം ധാരാളമായിട്ട് സഭയെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ such a awesome kids we have in your church. ദൈവം നെക്സ്റ്റ് ഇയർ അവരൊത്തിരി ഈ കാര്യത്തിനോട് ഉപയോഗിക്കട്ടെ, അധ്യാപകന്മാർ ഉപയോഗിക്കട്ടെ. അതുപോലെ ലീഡർഷിപ്പ് കൊടുക്കാൻ ഒരുപാട് പേരെ ദൈവം ശക്തിയായിട്ട് വരും ദിവസങ്ങളിൽ ഉപയോഗിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ സഭ ഈ ദേശത്ത് ഒരു വെളിച്ചമായി ശോഭിക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ. അതുപോലെ തന്നെ വചനം പഠിപ്പിക്കാൻ ഗോഡ്വിൻ എന്നാൽ കരിമിട്ട് പോയി ബ്രദർ ഗോഡ്വിൻ അതെ അദ്ദേഹം പഠിപ്പിക്കുകയാണ് കുഞ്ഞുങ്ങളെ. അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ ബ്ലസ്ഡ് അനോയിന്റഡ് സെർവൻ്റാണ് അദ്ദേഹം. ദൈവം അദ്ദേഹത്തെയും കുഞ്ഞുങ്ങളെ നല്ല നിലയിൽ പഠിപ്പിക്കാനുള്ള കൃപ ദൈവം അദ്ദേഹത്തിന് കൊടുക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. യൂത്തിൻ്റെ അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ യൂത്തിൻ്റെ കോർഡിനേറ്റർ സേവനം അന്വേഷിച്ച ബ്രദർ അനീഷ് വളരെ നല്ലൊരു ലീഡർഷിപ്പാണ് അദ്ദേഹം കൊടുത്തത്. അദ്ദേഹത്തിന് ഓർത്ത് എല്ലാവരും സ്വാഗതം ചെയ്താൽ ഈ വർഷം നമ്മുടെ യൂത്ത്സിനെ നേതൃത്വം കൊടുക്കുന്നത് ബ്രദർ റെക്സനാണ്. അദ്ദേഹത്തിന് ദൈവം ധാരാളമായിട്ട് കൊടുക്കട്ടെ. അങ്ങനെ നല്ല ഒരു 2016 ദൈവം നമുക്ക് നൽകി. അതുപോലെ തന്നെ 2017 വളരെ ബ്ലസ്ഡായി ദൈവം സഹായിക്കട്ടെ. എത്ര മനോഹരമായ ഒരു പ്രോഗ്രാമുകളാണ് ഇവിടെ നടന്നതല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം എത്രയോ നന്നായിട്ട് പെർഫോം ചെയ്തു. വിശേഷിയാൽ സിസ്റ്റർ റീമിയൊക്കെ ആണെങ്കിൽ ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ആ ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളെല്ലാം ഉത്സാഹിപ്പിക്കുകയും വിളിക്കുകയും കോർഡിനേറ്റ് ചെയ്യുകയും എനിക്ക് വളരെ അതിശയം തോന്നി. ദൈവം പ്രിയപ്പെട്ടവരെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. വളരെ നല്ല നിലയിൽ ആ പ്രോഗ്രാം നടത്തുവാനും അതുപോലെ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനും ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവം സഹായിച്ചത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തു. അതുപോലെ ഓരോ ക്ലാസ് ടീച്ചേഴ്സും ആ കുഞ്ഞുങ്ങളെ ഓരോ പ്രോഗ്രാമിന് വേണ്ടി കോർഡിനേറ്റ് ചെയ്യിപ്പിക്കുകയും ട്രെയിൻ ചെയ്യിപ്പിക്കുകയും അതിന് എക്സ്ട്രാ എഫർട്ട് എടുത്ത് എക്സ്ട്രാ മൈൽ അവർ പോയി അതിനുവേണ്ടി വളരെ നല്ല നിലയിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. അടുത്ത വർഷം ഇതിനും മനോഹരമായി നല്ല നിലയിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. നമുക്ക് കുറേ കുഞ്ഞുങ്ങളുടെ ആവശ്യമുണ്ട്. മറ്റ് സഭയിൽ ആളുകൾ വരേണ്ടത് ആവശ്യമുണ്ട്. അവരെല്ലാം നിങ്ങൾ കൊണ്ടുവരണം. നിങ്ങളെല്ലാവരോടും നിങ്ങളുടെ അയൽവാസികളോട് ഫ്രണ്ട്സിനോട് നമ്മുടെ സഭയെക്കുറിച്ച് പറയണം. സഭയിലേക്ക് അവർ ഇൻവൈറ്റ് ചെയ്യണം. അവർ കടന്നു വരണം. നമ്മുടെ സഭ നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതോടൊപ്പം തന്നെ പുറത്തുള്ള കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെടണം. അതുകൊണ്ട് നിങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കുക, വർക്ക് ചെയ്യുക. വളരെ കമ്മിറ്റഡ് ആയിരിക്കുന്ന നമ്മുടെ എല്ലാ സഹോദരന്മാരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സർവകൃപാലുവായ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നൽകി ദൈവം നിങ്ങളെ മാനിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. എനിക്കറിയാം ഞാനങ്ങനെ ഈ തമാശയായിട്ട് പറഞ്ഞെങ്കിലും താമസിച്ച് വരുന്നെന്ന് പറഞ്ഞെങ്കിലും നമുക്കറിയാം ജോലിയുടെ പ്രയാസമുണ്ട്. ചിലപ്പോൾ തലേദിവസം നൈറ്റ് വരെ സിസ്റ്റർ നാൻസിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 12 മണി 1 മണിയൊക്കെ അപ്പോഴാണ് വീട്ടിൽ വരുന്നത്. പിന്നെ രാവിലെ എഴുന്നേറ്റ് വരെ പ്രായോഗികമായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എങ്കിലും ദൈവം ആ കാര്യത്തിൽ അവരെ സഹായിക്കേണ്ടതിന് ജോലിയുള്ളവരെ ദൈവം ബലപ്പെടുത്തേണ്ടതിന് പ്രത്യേകമായി നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ ഒരു എക്സ്ട്രാ എഫർട്ട് സഭയ്ക്ക് വേണ്ടി എടുപ്പാൻ ദൈവം അവരെ ബലപ്പെടുത്തേണ്ട സഹായിക്കുക. തലത്തിലവർക്ക് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ മഹാപരിശുദ്ധനായ സ്വർഗ്ഗസ്ഥ പിതാവാം ദൈവമേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി നമ്മുടെ ഹൃദയത്തോടെ സ്തോത്രം ചെയ്ത് കർത്താവേ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ ആനിവേഴ്സറി ഞങ്ങൾക്ക് സഭയായി കടന്നു വന്ന് ആഘോഷിക്കുവാൻ കൂടെ നൽകിയ നല്ല അവസരത്തിനായി സ്തോത്രം. ഇതിന് ലീഡർഷിപ്പ് കൊടുത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങളുടെ അധ്യാപകന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ എൽഡേഴ്സിനായി പ്രാർത്ഥിക്കുന്നു, എല്ലാ മെമ്പേഴ്സിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ കർത്താവേ. കർത്താവെ അങ്ങ് അനുവദിക്കുന്ന വർഷം ഈ വർഷം
വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ ശുശ്രൂഷകളെല്ലാം നിർവഹിപ്പാൻ തക്കവണ്ണം അങ്ങയുടെ മക്കളെ കർത്താവ് ബലപ്പെടുത്തണമേ, സഹായിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവീക പാതയിൽ തന്നെ വളർന്നു വരുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയെ കർത്താവ് മാനിക്കുമാറാകണമേ. ഒരു വെളിച്ചമായി ദേശത്ത് ശോഭിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധ പിതാവേ അവിടുന്ന് കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെല്ലാവരും ഫലമേൽപ്പിക്കുന്ന കർത്താവെ, പുതിയ തീരുമാനത്തോടും സമർപ്പണത്തോടും കൂടെ ഈ വർഷം കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും അത്ഭുതമായി ഉപയോഗിക്കണമേ, സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ സഭയിൽ അനവധി ആത്മാക്കൾ ദിവസങ്ങളായി കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കണമേ. അങ്ങ് ഞങ്ങളോടൊപ്പം അവർ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതൊന്നോളം കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം, അനുഗ്രഹിച്ചതിനായി സ്തോത്രം, മാനിച്ചതിനായി സ്തോത്രം. കർത്താവെ, സകലമായ മഹത്വം കർത്താവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ സ്വർഗ്ഗസ്ഥ പിതാവേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധന്മാവിന്റെ കൂട്ടായ്മ സഹവാസവും കാത്തും നമ്മെല്ലാവരുടെ കൂടെയും ഇന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഇന്ന് രാത്രിയിലും നമുക്ക് ജയം നൽകി നമ്മുടെ കർത്താവിനെ നമ്മുടെ വിശുദ്ധകരങ്ങളിൽ എല്ലാവരും സ്വന്തം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇവിടെ ഫുഡ് ഫെലോഷിപ്പ് കാളിൽ ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷമേ എല്ലാവരും കടന്നു പോകാവൂ എന്നറിയിച്ചു കൊടുക്കും. കർത്താവിനെ